ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാന സാഗരത്തിൽ ശിവസ്നേഹത്തിര ചേരും മാനസത്തിൽ, ശിവനേ എൻ സ്മൃതിരൂപനേ. പാരാകെ തേടിയ സത്യം നീ, പാരിങ്കൽ വന്നൊരു സൗന്ദര്യം നീ. പാരാകെ തേടിയ സത്യം നീ, പാരിങ്കൽ വന്നൊരു സൗന്ദര്യം നീ. പാരിനെ വിണ്ണാക്കും ആത്മശില്പി നീ, പാലാഴി തീർക്കും പരമാത്മൻ നീ. പാരിനെ വിണ്ണാക്കും ആത്മശില്പി നീ, പാലാഴി തീർക്കും പരമാത്മൻ നീ. ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാന സാഗരത്തിൻ ശിവസ്നേഹത്തിര ചേരും മാനസത്തിൽ, ശിവനേ എൻ സ്മൃതിരൂപനേ. പാതിരാവിൻ്റെ ജ്ഞാനപ്രകാശം നീ, പരമമന്ത്രമേകിയ സദ്ഗുരു നീ. പാതിരാവിൻ്റെ ജ്ഞാനപ്രകാശം നീ, പരമമന്ത്രമേകിയ സദ്ഗുരു നീ. പടരും ജ്ഞാനാഗ്നി ഉരുകും ശോഭയിൽ പാവനൻ സത്യ ശിവസുന്ദരൻ നീ. പടരും ജ്ഞാനാഗ്നി ഉരുകും ശോഭയിൽ പാവനൻ സത്യ ശിവസുന്ദരൻ നീ. ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാന സാഗരത്തിൽ ശിവസ്നേഹത്തിര ചേരും മാനസത്തിൽ, ശിവനേ എൻ സ്മൃതിരൂപനേ.
पल में कमाई है।
ओम शांति अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ശുഭാബ കയ്യാതെ. മുരളി ഡേറ്റാണ് 17/11/2025. ബാബയുടെ ഇന്നത്തെ മധുര മഹാവാക്യം: मीठे बच्चे, ये पुरुषोत्तम संगम युग है। पुरानी दुनिया बदल अब नई बन रही है। तुम्हें अब पुरुषार्थ का उत्तम देवपद पाना है. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. പഴയ ലോകം മാറി ഇപ്പോൾ പുതിയതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഗമയുഗത്തിൽ ഈ പഴയ ലോകം മാറി ഇപ്പോൾ പുതിയതായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്ത് ഉത്തമ ദേവ പദവി നേടണം. ഉത്തമ പദവി നേടാനുള്ള ഒരു സമയമാണ് ഇപ്പോഴത്തെ ഈ ഒരു സംഗമയുഗം. प्रश्न: सर्विसेबल बच्चों की बुद्धि में कौन सी बात सदैव याद रहती है? സർവീസേബിൾ ആയിരിക്കുന്ന മക്കളുടെ ബുദ്ധിയിൽ ഏതൊരു കാര്യമാണ് സദാ ഓർമ്മയിലുണ്ടായിരിക്കുക? उत्तर: उन्हें याद रहता कि धन दिए धन ना कूटे, इसलिए वो रात दिन नींद का भी त्याग कर ज्ञान धन का दान करते रहते, तकते नहीं. അവർക്കെപ്പോഴും ഓർമ്മയുണ്ടാകും, എത്രമാത്രം ധനം ദാനം ചെയ്യുന്നു അത്രയും ധനം അക്ഷയമായി മാറും, ഒരിക്കലും ഇല്ലാതാവുകയില്ല. അതുകൊണ്ട് തന്നെ അവർ രാവും പകലും
നിദ്രയെപ്പോലും ത്യാഗം ചെയ്ത്, അതുകൊണ്ട് തന്നെ അവർ രാവും പകലും ഉറക്കത്തെയും ത്യാഗം ചെയ്ത് ജ്ഞാനധനത്തെ ദാനം ചെയ്തുകൊണ്ടിരിക്കും, ഒരിക്കലും ക്ഷീണിക്കാറില്ല. लेकिन अगर खुद में कोई अवगुण होगा तो सर्विस करने का भी उमंग नहीं आ सकता. എന്നാൽ ഏതെങ്കിലും വിധത്തിലുള്ള അവഗുണങ്ങൾ തൻ്റെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ തൻ്റെ ഉള്ളിൽ അവഗുണം ഉണ്ട് എങ്കിൽ സർവീസ് ചെയ്യുവാനുള്ള ആ ഒരു ഉത്സാഹം ഉണ്ടായിരിക്കില്ല. നമ്മുടെ ഉള്ളിൽ കുറവുകളുണ്ട് എങ്കിൽ നമുക്കൊരിക്കലും സർവീസ് ചെയ്യാനുള്ള ഉത്സാഹം ഉണ്ടായിരിക്കില്ല. ओम शांति. मीठे मीठे रूहानी बच्चों प्रति बाप बैठ समझाते हैं. बच्चे जानते हैं परमपिता रोज़ रोज़ समझाते हैं, जैसे रोज़ रोज़ टीचर पढ़ाते हैं. बाप सिर्फ शिक्षा देंगे, संभालते रहेंगे, क्योंकि बाप के तो घर में ही बच्चे रहते हैं. ഇവിടെ മധുരമായിരിക്കുന്ന ആത്മീയ മക്കൾക്ക് ബാബ മനസ്സിലാക്കി തരാൻ. അപ്പോൾ കുട്ടികൾക്കറിയാം ബാബ പരംപിത പരമാത്മാവ് നിത്യവും നമ്മൾ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുകയാണ്. ഏതുപോലെ ടീച്ചറുടെ കർത്തവ്യം എന്താ? നിത്യവും പഠിപ്പിക്കുക എന്നുള്ളതല്ലേ. സാധാരണ ലൗകികത്തിൽ നമുക്കറിയാം, വീട്ടിൽ തന്നെ മക്കളുണ്ടാകുമ്പോൾ അച്ഛനവർക്ക് ശിക്ഷണങ്ങൾ നൽകും, അവരെ പരിപാലിക്കുകയും ചെയ്യും. അച്ഛനമ്മയ്ക്കൊപ്പമാണല്ലോ മക്കളുണ്ടാവുക. എന്നാൽ ഇവിടെ വളരെയധികം അത്ഭുതകരമായ കാര്യമാണ്, റുഹാനി ബാപ് കെ പാസ് തും രഹത്തെ ഹോ. നമ്മളുള്ളത് ആർക്കൊപ്പമാണ്? ആത്മീയ അച്ഛനോടൊപ്പം. ഒന്ന്, ബാബ പറഞ്ഞ ആത്മീയ അച്ഛനോടൊപ്പം നമ്മൾ മൂലവതനത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ കൽപ്പത്തിലൊരിക്കൽ മാത്രമാണ് സാകാരത്തിൽ ബാബ വരുന്നതും ബച്ചോങ്കോ വർഷ ദേനെ വാ പാവൻ ബനാനെ. അതും ബാബ വരുന്നത് എന്തിനാ? മക്കൾക്ക് സ്വത്ത് നൽകാൻ വേണ്ടി, അതായത് അവരെ പാവനമാക്കാൻ വേണ്ടി, സുഖശാന്തിയുടെ സ്വത്ത് നൽകാൻ. तो ज़रूर नीचे आकर रहते होंगे ना. ഒന്ന്, നമ്മൾ ബാബയ്ക്കൊപ്പം മുകളിൽ ബാബയുടെ കൂടെ പരന്താമത്തിൽ മൂലവതനത്തിലായിരുന്നു. രണ്ടാമത്തത് ബാബയുടെ കൂടെ നിൽക്കുന്നപ്പോഴാണ് ബാബ നമ്മളുടെ അരികിലേക്ക് വരികയാണ്, സാകാരത്തിലേക്ക് വരികയാണ്, താഴേക്ക് വരികയാണ്. ഇസ്മേ ഹി മനുഷ്യോം കാ മൂഞ്ചാരാ ഹെ. അവിടെയാണ് മനുഷ്യർ സംശയിച്ചു പോകുന്നത്. ഗായൻ ബി ഹെ, സാധാരണ തന്മേ പ്രവേശ് കർത്തേ ഹെ. ഗായനം ഉണ്ട്, ഭഗവാൻ വരും, ഒരു സാധാരണ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന്. ഇപ്പോൾ സാധാരണ ശരീരം എവിടെ നിന്നാണ് വരിക? എവിടുന്നെങ്കിലും പകർന്നു വരാൻ പറ്റുമോ എന്നാണ് ബാബ ചോദിക്കുന്നത്. ജറൂർ മനുഷ്യക്ക് തന്മേഹി ആത്ത. അപ്പോൾ തീർച്ചയായിട്ടും അത് മനുഷ്യ ശരീരത്തിൽ തന്നെയാണ്. സോബി ബത്താത്തെ മൈ ഇസ് തന്മേ പ്രവേശ് കർത്താഹും. ബാബ പറയാണ്, പറഞ്ഞു തരികയാണ്, ഞാൻ ഈ ശരീരത്തിൽ തന്നെയാണ് പ്രവേശിക്കുന്നത്. തും ബച്ചേ ഹി അബ് സമസ്തേ ഹോ ബാപ്പ് ഹംകോ സ്വർഗ കാ വർഷ ദേനെ ആയി. അപ്പോൾ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ വന്നിരിക്കുന്നത് എന്തിനാ? സ്വർഗത്തിൻ്റെ സ്വത്ത് നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ യോഗ്യരല്ല, കാരണം ഇപ്പോൾ പതീതരായിരിക്കുകയാണല്ലോ. എല്ലാവരും പറയുന്നുണ്ട്, ഹേ പതീത പാവന വരൂ, വന്ന് ഞങ്ങളെ പതീതത്തിൽ നിന്നും പാവനമാക്കൂ. അപ്പോൾ സ്വർഗം സ്വത്തായി ബാബ നൽകാൻ വന്നപ്പോൾ നമ്മളതിന് പ്രാപ്തരല്ല, കാരണം പതീതരായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ഞാൻ കൽപ്പവും വന്ന് പതീതരായ നിങ്ങളെ പാവനമാക്കാനുള്ള ആ ഒരു കർത്തവ്യം ഏറ്റെടുക്കുന്നത്. ഹേ ബച്ചോ അബിസ് പതി ദുനിയാക്കോ പാവൻ ബനാന. ബാബ മക്കളോട് പറയാണ്, കുട്ടികളെ, ഇപ്പോൾ ഈ പതീത ലോകത്തെ മുഴുവൻ പാവനമാക്കി മാറ്റണം. പഴയ ലോകത്തിൽ എല്ലാവരും പതീതരാണ് അല്ലേ, പുതിയ ലോകത്തിലോ എല്ലാവരും പാവനരായിരുന്നു. ഗോയ പുരാനെ ദുനിയാക്കോ നയാ ബനാനെ ബാപ്പായേ ഹെ. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഈ പഴയ ലോകത്തെ പുതിയതാക്കി മാറ്റാനാണ് ബാബ വന്നിരിക്കുന്നത്. കലിയുഗ കോത്തോ കോയി ബി നയി ദുനിയ കഹേങ്കെ ഏതോ സമജ് കി ബാത്തേന്. ഈ പഴയ ലോകത്തെ ഒരിക്കലും നമുക്ക് പുതിയ ലോകം എന്ന് വിളിക്കാൻ പറ്റില്ല. ഇതൊക്കെ അറിവിൻ്റെ കാര്യമാണല്ലോ. കലിയുഗം എന്നുള്ളത് പഴയത് തന്നെയാണ്. അപ്പോൾ ബാബ തീർച്ചയായിട്ടും വന്നിരിക്കുന്നത് തന്നെ പഴയ ലോകത്തെ പുതുക്കാൻ വേണ്ടിയിട്ട്, അതും സംഗം യുഗത്തിലാണ് വരുന്നത്. जब कहाँ भी तुम ये समझाते हो तो बोलो ये പുരുഷോത്തം സംഗം യുഗ ഹെ, ബാപ്പ ആയാ ഹുവാ ഹെ. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ചാൻസ് കിട്ടുന്നു, അവസരം കിട്ടുന്നു ബാബയുടെ സന്ദേശം നൽകാനെങ്കിൽ അവിടെയൊക്കെ നമ്മൾക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഇത് പുരുഷോത്തമ സംഗം യുഗമാണെന്നും
ഇപ്പോഴാണ് ബാബ വന്നിരിക്കുന്നതെന്ന്. सारी दुनिया में ऐसे कोई मनुष्य नहीं जिसको ये पता हो कि ये पुरुषोत्तम संगम युग है. കാരണം ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഇല്ല, ആർക്കും തന്നെ അറിയില്ല ഇപ്പോൾ നടക്കുന്ന സമയം പുരുഷോത്തമ സംഗമയുഗമാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സംഗമയുഗത്തിലാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇതൊക്കെ നിങ്ങൾ അറിയുന്നത്, മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബാപ്പന് പ്രധാനമായിരിക്കുന്ന കാര്യം തന്നെയാണ് സംഗമയുഗത്തിൻ്റെ. तो പോയിന്റ്സ് ബി ബോത്ത് ജറൂറി ഹെ. അപ്പോൾ ഈ ഒരു യുഗത്തിലിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ബാപ്പുടെ ജ്ഞാനത്തിൻ്റെ പോയിന്റ്സ് വളരെയധികം ആവശ്യമാണ്. ജോ ബാത്ത് കോയി നഹി ജാൻതി വോ സംജാനെ പടെ. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ബാബ പറയാറുണ്ടല്ലോ, യെ ജറൂർ ലിഖ്ന ഹെ കി അബ് പുരുഷോത്തമ സംഗം യുഗ. എഴുതി വയ്ക്ക്, ഇപ്പോൾ നടക്കുന്ന സമയം ഏതാണ്? പുരുഷോത്തമ സംഗം യുഗമാണ്. നയ യുഗ അർത്ഥാത് സത്യുക്കെ ചിത്ര ബി ഹെ. ബാബ പറഞ്ഞ പുതിയ യുഗം ഏതാണ്? സത്യുഗം. അപ്പം അതിൻ്റെ ചിത്രം കൂടി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മനുഷ്യർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക ലക്ഷ്മി നാരായൺ സത്യുഗി പുതിയ ലോകത്തിൻ്റെ അധികാരി എന്ന്? അപ്പോൾ ബാപ്പണ് ആ ചിത്രവും വേണം. ഉൻകെ ഊപ്പ അക്ഷ ജറൂർ ചായേ പുരുഷോത്തമ സംഗം യുഗ. അപ്പോൾ ബാപ്പണ് ആ ചിത്രത്തിൻ്റെ മുകളിൽ ഏത് വേണം? പുരുഷോത്തമ സംഗം യുഗം. കാരണം പുരുഷോത്തമ സംഗം യുഗത്തിൻ്റെ ആധാരത്തിലാണ് പിന്നീട് നമ്മൾ ആരാകുന്നത്? ദേവത. അപ്പോൾ ബാപ്പൻ അവിടെ തീർച്ചയായിട്ടും എഴുതി വെക്കണം. കാരണം എന്താ? അത് തന്നെയാണല്ലോ പ്രധാനമായിരിക്കുന്ന പോയിന്റ്. മനുഷ്യ സമസ്തേ കലിയുഗമേ അഭി ബോത്ത് വർഷപ്പടെ. കാരണം മനുഷ്യർ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് ഇനിയും കലിയുഗം പൂർണ്ണമാകി ഇനി ഒത്തിരി വർഷങ്ങളുണ്ട് എന്നാണ്. അത്രത്തോളം അവർ ഘോരമായിരിക്കുന്ന അന്ധകാരത്തിലാണ്. तो समझाना पड़े नई दुनिया के मालिक ലക്ഷ്മി നാരായൺ ഹെ. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അതായത് പുതിയ ലോകത്തിൻ്റെ അധികാരികളാണ് ലക്ഷ്മി നാരായൺ. യഹേ പൂരി നിഷാനി. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന ഈ ചിത്രങ്ങളാണ് അതിൻ്റെ വലിയ അടയാളങ്ങൾ. തും കേത്തെ ഹോ ഹം രാജ്യ കി സ്ഥാപന ഹോ രഹി ഹെ. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു രാജ്യത്തിൻ്റെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗീതയിലും കൂടി നവയുഗം വരവായി അജ്ഞാൻ നീന്ത് സേ ജാഗോ. അതിൽ പറയുന്നുണ്ടല്ലോ പാട്ടിൽ, അജ്ഞാനതയുടെ നിദ്രയിൽ നിന്നും ഉണരോ, പുതുയുഗം വരവായി എന്നുള്ളത്. അബ് തും ജാനത്തെ അബ് സംഗം യുഗ ഹി ഇൻകോ നവയുഗ നഹി കഹേങ്കെ. ഇപ്പോൾ നവയുഗം വന്നിട്ടില്ല, ഇപ്പോൾ നടക്കുന്നത് സംഗമയുഗമാണ്. സംഗം ഓർ സംഗംയുഗ് കഹാ ജാത്താ ഹെ. ബാബ പറഞ്ഞ സംഗമത്തെ തന്നെയാണ് സംഗമയുഗം, രണ്ട് യുഗങ്ങളുടെ സംഗമം, അതാണ് സംഗമയുഗം. അതിനെ ബാബ പറഞ്ഞ പുരുഷോത്തമ സംഗമയുഗം. ഈ രണ്ട് യുഗങ്ങൾ കലിയുഗ സത്യുഗത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ബാപ്പണ് ഈ രണ്ടിൻ്റെയും സംഗമത്തിന് പ്രത്യേകത എന്താണ്? മനുഷ്യനെ ഉത്തമ പുരുഷനാക്കി മാറ്റുന്നൊരു സമയമാണത്. ജബ്കി പുരാനി ദുനിയ ഖത്തം ഹോ നയി ദുനിയ സ്ഥാപൻ ഹോത്തി ഹെ. ആ ഒരു വേളയിലാണ് പഴയ ലോകത്തിൻ്റെ വിനാശവും പുതിയ ലോകത്തിൻ്റെ സ്ഥാപനം നടക്കുന്നത്, മനുഷ്യനിൽ നിന്നും ദേവതയായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വേളയിലാണ് രാജ്യോഗം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവത്വമേ ബി ഉത്തം പദ ഹൈഹി ഇൻ ലക്ഷ്മി നാരായൺ ക. അപ്പോൾ ബാപ്പണ് ദേവതകളാകാൻ പഠിക്കുകയാണ്. പക്ഷേ ദേവതകളിൽ വെച്ച് ഏറ്റവും ഉത്തമ പദവി ആരുടേതാണ്? ശ്രീ ലക്ഷ്മി നാരായണൻ്റെ. ये भी है तो मनुष्य इनमें दैवी गुण है इसलिए देवी देवता कहा जाता. അപ്പോൾ ബാബ പറഞ്ഞ അവരും മനുഷ്യരാണ്, അവരിൽ ദൈവീ ഗുണങ്ങളുണ്ട്, അതുകൊണ്ടാണല്ലോ അവരെ ദേവീ ദേവത എന്ന് വിളിക്കപ്പെടുന്നത്. സബ്സെ ഉത്തം ഗുൺ ഹേ പവിത്രതാക്ക. ബാബന് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഗുണം, ഉത്തമമായിരിക്കുന്ന ഗുണം, ദൈവീകത ഏതാണ്? അത് പവിത്രതയുടേതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർ ദേവതകളുടെ മുന്നിൽ പോയി തൊഴാറുണ്ട്. ये सब पॉइंट्स बुद्धि में धारण उनको होगी जो സർവീസ് करते रहते. പക്ഷെ ഇങ്ങനെയുള്ള പോയിന്റ്സുകളൊക്കെ ആരാണ് ബുദ്ധിയിൽ സൂക്ഷിക്കുക? ബാപ്പൺ ആരാണോ സർവീസ് ചെയ്യുന്ന കുട്ടികൾ. കഹാ ജാത്ത ധൻ ദിയേ ധൻ നാ കൂട്ടെ. അവർക്ക് അറിയാം എത്രമാത്രം നമ്മൾ ജ്ഞാനധനം ദാനം ചെയ്യുന്നു അത്രയും നമ്മളുടെ ഉള്ളിൽ അത് അക്ഷയമായി തന്നെ നിൽക്കും. ബോധ് സംജാനി മിൽത്തി റത്തി. എത്രത്തോളം മറ്റുള്ളവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നു അത്രയും നമ്മളുടെ ഉള്ളിൽ ജ്ഞാനം എന്താകും? വർഷിച്ചുകൊണ്ടേയിരിക്കും, അതൊരിക്കലും കുറയുകയില്ല. നോളജ് തോ ബോധ് സഹജ്. ബാപ്പുടെ ജ്ഞാനം വളരെ എളുപ്പമാണ്. പരന്തു കോയിമേ ധാരണ അച്ചി ഹോത്തി കോയിമ നഹി ഹോത്തി. പക്ഷെ സംഭവിക്കുന്ന എന്താ? ചില കുട്ടികൾ നല്ല രീതിയിൽ അതിനെ ധാരണ ചെയ്യും, ചിലർ ഒട്ടും ചെയ്യാറില്ല. ജിന്മേ അവഗുൺ ഹേ വോ തോ സെൻറ്റർ സംഭാൽ ബി നഹി സക്തെ. ബാപ്പൺ അവഗുണമുള്ള കുട്ടികൾക്ക് സെൻറ്റർ ഒന്നും പരിപാലിച്ച് നടത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല.
तो बाप बच्चों को समझाते प्रदर्शनी में भी सीधे सीधे अक्षर देना चाहिए. അപ്പോൾ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. എക്സിബിഷൻ ഇടുമ്പോഴൊക്കെ ബാബ പറയുന്നത് യഥാർത്ഥമായിരിക്കുന്ന ജ്ഞാനം തന്നെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പുരുഷോത്തം സംഗം യുഗത്തോ മുഖ്യ സംജാന ചെയ്യും. അപ്പോൾ ബാബ പറഞ്ഞ് യഥാർത്ഥ കാര്യം പറഞ്ഞു കൊടുക്ക്, നേരിട്ട് പറഞ്ഞു കൊടുക്ക്. ഇപ്പം നടക്കുന്ന സമയം എന്താണ് എന്നതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്ക്. അപ്പം അതിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് എന്താണ്? പുരുഷോത്തമ സംഗമയുഗത്തെക്കുറിച്ച്. കാരണം ഈ സംഗമയുഗത്തിൽ തന്നെയാണല്ലോ ആദി സനാതന ദേവീ ദേവതാ ധർമ്മം സ്ഥാപിക്കപ്പെടുന്നത്. ജബേ ധർമ്മ താ തോ ഔർ കോയി ധർമ്മ നഹീ താ. പപ്പന് സനാതന ധർമ്മം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മറ്റൊരു ധർമ്മം ഉണ്ടായിരുന്നില്ല. ये जो महाभारत लड़ाई है उनकी भी ड्रामा में नोंद है. ഇനി ബാപ്പണ് ഏതാണ് മഹാഭാരത യുദ്ധത്തെക്കുറിച്ചൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. ബാപ്പറിന് ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ എഴുതി വെക്കേണ്ടതും ബാപ്പറയാണ്. ഇതൊക്കെ ഡ്രാമയിൽ നിശ്ചയിച്ച കാര്യമാണ്. യബി അഭി നിക്കലേ ഹേ ആകെ തോടെ ഹീത്ത. ഇതൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. സവ് വർഷയ്ക്ക് അന്തർ സബ് കലാസോ ചാത്തെ. ബാപ്പണ് 100 വർഷത്തിനകത്ത് ഇതെല്ലാം എന്താകും? ഇല്ലാതാകും. സംഗംയുഗോ കംസേ കം 100 വർഷ. ബാബ പറയണ് ചുരുങ്ങിയത് സംഗംയുഗം എന്ന് പറഞ്ഞ എത്ര വർഷമാണ്? 100 വർഷത്തിൻ്റെ കാലയളവാണ്. തോ ചായിയേന് സാരി നയി ദുനിയ ബന്നി. കാരണം മൊത്തം പരിവർത്തനപ്പെട്ടൊരു പുതിയ ലോകം വരണ്ടേ. ന്യൂ ഡൽഹി ബനാനെ കിത്തന വർഷം ലഗ. ബാപ്പൺ ഒരു പഴയ ഡൽഹിയെ പുതുക്കി പണിയാൻ വേണ്ടി എത്ര വർഷം എടുത്തു? അപ്പോൾ ബാപ്പൺ ഈ മുഴുവൻ ലോകം പുതിയതാകണമെങ്കിൽ സമയം എടുക്കില്ലേ? तुम समझते हो भारत में ही नई दुनिया होती है. അപ്പോൾ നമുക്കറിയാം, അതായത് ഭാരതത്തിൽ തന്നെയാണ് പുതിയ ലോകം ഉണ്ടാവുക. ഫിർ പുരാനി കലാസ് ഹോ ജായേഗി. പഴയതുണ്ടാകും, വിനാശാകും. കുച്ച് തോ റഹത്തി ഹേ ന. പാപ്പണ് കുറച്ചൊക്കെ അവശേഷിക്കല്ലോ, അല്ലാണ്ട് പ്രളയം ഉണ്ടായി മൊത്തം ഇല്ലാതാകുന്ന അവസ്ഥയില്ല. ये सब बातें बुद्धि में है. അപ്പോൾ ബാപ്പണി എല്ലാ കാര്യങ്ങളും ബുദ്ധിയിലുണ്ടായിരിക്കണം. പ്രധാനമായിട്ട് ബാപ്പണ് ഓർമ്മ വേണം, ഇത് സംഗം യുഗമാണ്. നയി ദുനിയാമേ ജറൂറേ ദേവി ദേവത തേ ഫിർ യഹി ഹോങ്കെ. പുതിയ ലോകത്തിൽ തീർച്ചയായിട്ടും ദേവി ദേവതകളായിരുന്നു, വീണ്ടും ഉണ്ടാകും. ഇത് രാജ്യോഗത്തിൻ്റെ പഠിത്തമാണല്ലോ. അഗർ കോയി ഡീറ്റെയിൽ में नहीं समझा सकते तो सिर्फ एक बात बोलो. ഒരു പക്ഷെ നിങ്ങൾക്ക് വിസ്താരത്തിൽ ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കാര്യമെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഏത് കാര്യം? പരംപിത പരമാത്മാ അവർ സർവരുടെയും അച്ഛനാണ്. അവരെ തന്നെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. അപ്പം അച്ഛൻ്റെ പരിചയം കൊടുക്കുക. वो हम सब बच्चों को कहते तुम पतित बन पड़े हो. അവർ തന്നെയാണ് നമ്മൾ എല്ലാവരോടുമായി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആത്മാക്കൾ പതീതരായിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ വിളിച്ചത് ഹേ പതീത പാവന വരൂ എന്ന്. ബറോബ കലിയുഗമേ ഹേ പതീത് സത്യുഗമേ ഹേ പാവൻ. ബാപ്പനെ കലിയുഗത്തിൽ പതീതരു, സത്യുഗത്തിൽ പാവനരുമാണ്. अपरमपिता परमात्मा कहते देह सहित ये सब पतित संबंध छोड़ मामिकम याद कर. അപ്പോൾ പരംപിത പരമാത്മാവ് പറയുകയാണ്, ദേഹസഹിതം എല്ലാ സംബന്ധങ്ങളെയും ഉപേക്ഷിച്ച്, പതീതമായ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് അച്ഛനായ എന്നെ മാത്രം ഓർമ്മിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്താകാൻ പറ്റൂ? പാവനാകാൻ പറ്റൂ. ഏ ഗീത് കെ ഹി അക്ഷർ ഹെ. ബാപ്പണി ഇത് ഗീതയുടെ അക്ഷരമാണല്ലോ. ഹെ ബി ഗീത ക യുഗ്. ഇത് നടക്കുന്നത് ഏത് യുഗമാണ്? ഗീതയുടെ യുഗമാണ്. ഗീത സംഗം യുഗ പർ ഹി ഗായി ഹുയി തീ ജബ്കി വിനാശ് ഹുവാ താ. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, സംഗം യുഗത്തിൻ്റെ തന്നെ ഗായനമാണ് ഈ ഗീതയുടെ, അല്ലേ? ഇപ്പോൾ ബാബ പറയണ വിനാശം ഇപ്പോഴാണ്, സംഗം യുഗത്തിലാണ് ഈ വിനാശത്തിൻ്റെ കാര്യം ആരംഭിക്കുന്നത്. ഇപ്പോൾ ബാബ ആ ഒരു സമയത്ത് തന്നെയാണ് രാജയോഗം പഠിപ്പിച്ചതും. രാജായി സ്ഥാപൻ ഹുയി തി ഫിർ ജറൂർ ഹോഗി. ഈ ഒരു സമയത്താണ് മഹാഭാരത യുദ്ധത്തിൻ്റെയും തുടക്കം. അതുപോലെ തന്നെ രാജയോഗം ഭഗവാൻ പഠിപ്പിക്കുന്നതും അവിടെ തന്നെയാണ്. അതിൻ്റെ ആധാരത്തിൽ രാജധാനി സ്ഥാപിക്കപ്പെടുന്നതും. അപ്പോൾ ബാബ പറയണ എല്ലാം തന്നെ ആത്മീയ അച്ഛനാണ് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. ചലോ ഇസ് തന്മേ ന ആയെ ഔർ കോയി മേ ബി ആയെ സംജാനി തോ ബാപ് കി ഹേ ന. ബാപ്പന് ശരി ഈ ശരീരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ശരീരത്തിൽ വന്നിരിക്കാം. അപ്പോൾ ബാബ തന്നെയാണല്ലോ ഈ അറിവ് നൽകേണ്ടത്. ഹം ഇൻകാ തോ നാം ലേത്തേ ഹി നഹി. നമ്മളിവിടെ ഇവരുടെ പേരല്ലല്ലോ, ബ്രഹ്മബാബയാണ് പറഞ്ഞു തന്നെന്നാണോ പറയുന്നതല്ല, ശിവബാബയുടെ ജ്ഞാനമാണിത്. हम तो सिर्फ बतलाते, बाबा कहते मुझे याद करो तो तुम पावन बन और मेरे पास चले आएंगे.
അപ്പം നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന സന്ദേശം എന്താണ്? നിരാകാരനായിരിക്കുന്ന അച്ഛൻ പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ എങ്കിൽ നിങ്ങൾ പാവനരായിത്തീരും, നിങ്ങൾ എൻ്റെ അരികിൽ വന്ന് ചേരും. പാപ്പണ് എത്ര എളുപ്പമാണ് ഈ പോയിന്റ്. സോ മുझे യാദ് കറു, ചെയ്യേണ്ടത് എന്താണ്? കേവലം ബാബയെ ഓർമ്മിക്കണം. അതുപോലെ തന്നെ 84 ജന്മചക്രത്തെ ജ്ഞാനം ബുദ്ധിയിൽ ഉണ്ടായിരിക്കുകയും വേണം. അപ്പോൾ ബാബ പറയുന്ന ആരാണോ ഇതിനെ ജ്ഞാനധാരണ ചെയ്യുന്നത് അവരാണ് ചക്രവർത്തി രാജാവായി മാറുക. ഈ മെസ്സേജ് തോ സബ് ധർമ്മ വാലോം കേലിയെ, ഈ ഒരു സന്ദേശം എല്ലാ ധർമ്മത്തിൽപ്പെട്ടവർക്കും ഉള്ളതാണ്. ഘർ തോ സബ്കോ ജാനാ ഹെ, ബാപ്പണ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങണം. ഹം ബി ഘർ കാ ഹി രാസ്ത ബത്താത്തെ, ബാബ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ? ആ വീട്ടിലേക്കുള്ള വഴിയാണല്ലോ. പാദ്രി ആദി കോയി ബി ഹോ തും ഉൻകോ ബാപ് കാ സന്ദേശ് ദേ സക്തേ ഹോ. പള്ളിത്തച്ഛനാകട്ടെ, പിന്നെ ക്രിസ്ത്യൻസ് ആകട്ടെ, ആരോ ആകട്ടെ, ബാപ്പണ് എല്ലാവർക്കും അച്ഛൻ്റെ സന്ദേശം കൊടുക്കുക. തുംകോ ഖുഷി കാ ബോത്ത് പാര ചഡ്നാ ചായ്, ബാപ്പണ് നിങ്ങൾക്ക് അതിയായ സന്തോഷത്തിൻ്റെ ലഹരി ഉണ്ടാകണം. കാരണം എന്താ? പരംപിത പരമാത്മാവ് പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ എങ്കിൽ നിങ്ങളിലെ വികർമ്മം വിനാശമാകും. സബ്കോ യഹി യാദ് കറാവ്, എല്ലാവരും ഓർമ്മപ്പെടുത്തേണ്ട ഒറ്റ കാര്യമാണ്. ബാപ് കാ പൈഗാം സുനാന ഹി നമ്പർ 1 സർവീസ്. ബാബയുടെ സന്ദേശം എല്ലാവർക്കും കൊടുക്കുക, അത് തന്നെയാണ് നമ്പർ 1 സർവീസ്. ഗീതാ കാ യുഗ് ബി അബ് ഹെ, അപ്പോൾ ബാപ്പയുടെ ഗീതയുടെ യുഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ബാബ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വഹി ചിത്ര ശുറുമെ രക്കന ചേ, സംഗമികത്തിൻ്റെ അതേ ചിത്രം തന്നെയാണ് മുന്നിൽ വെക്കേണ്ടത്. ജോ സമസ്തേ ഹം ബാപ് കാ പൈഗാം ദേ സക്തേ തോ തയ്യാർ രഹനാ ചാഹിയെ, ആർക്കാണോ ബോധ്യമുള്ളത് എനിക്ക് ബാബയുടെ സന്ദേശം കൊടുക്കാൻ പറ്റുമെന്ന് അവർ ഈ സർവീസിൽ തയ്യാറായി നിൽക്കണം. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആ ഒരു തുടിപ്പുണ്ടാകണം, ഞാനും അന്ധന്മാർക്ക് ഊന്നുവടിയായി മാറണമെന്ന്. ഏ പൈഗാം തോ കോയി കോ ഭി ദേ സക്തേ, കാരണം ബാബ നൽകുന്ന ഈ ഒരു സന്ദേശം ആർക്ക് വേണമെങ്കിലും നൽകാൻ സാധിക്കും. ബി കെ കാ നാം സുൻകർ ഹി ഡർത്തെ, ഇത് അറിയാത്ത കുട്ടികൾ പറഞ്ഞാൽ ലോകത്തുള്ളവർക്ക് പകുതി ജ്ഞാനം ഉണ്ട്, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടതൊക്കെ. അതുകൊണ്ട് ബാബപ്പണ ബ്രഹ്മകുമാരീസ് എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നവരും ഉണ്ട്. ബോലോ ഹംസ് ബാപ് കാ പൈഗാം ദേത്തെ, അവരോട് പറയണം നമ്മൾ പറയുന്നത് പരമാത്മ സന്ദേശമാണ്. പരംപിത പരമാത്മാവ് പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഹം കിസ്കി ഗ്ലാനി നഹി കർത്തെ, അല്ലേ? നമ്മൾ വേറെ ആരും നിന്ദിക്കാനല്ലല്ലോ. ശാസ്ത്രം ശരിയില്ല, ആ ധർമ്മം ശരിയില്ല, ഈ ധർമ്മം ശരിയില്ല, അങ്ങനെ വല്ലതും പറയാനാണോ? അല്ലല്ലോ. കേവലം നമ്മൾ പറയുന്നത് എൻ്റെ പരമാത്മ ആജ്ഞയാണ്, എന്നെ മാത്രം ഓർമ്മിക്കുക എന്നുള്ളത്. എന്തുകൊണ്ട്? കാരണം ഒരേ ഒരു പരമാത്മ തന്നെയാണ് സർവോച്ചനും പതീതപാവനും. മുझे യാദ് കർനെ സെ തുമാരെ വിക്രം വിനാശ് ഹോങ്കെ, ബാബ പറയണ എന്നെ മാത്രം ഓർമ്മിക്കുന്നതിൽ നിന്നും നിങ്ങളിലെ വികർമ്മമൊക്കെ എന്താകും? വിനാശമാകും. ഈ നോട്ട് കർ, ബാബ പറയണ ഇത് നിങ്ങൾ കുറിച്ച് വെക്ക്. ये बहुत काम की चीज़ है. ബാബ പറഞ്ഞ ഇത് വളരെയധികം ഉപയോഗപ്രദമായ കാര്യങ്ങളാണ്. ഹാത്ത് पर व बाह पर अक्षर लिखाते हैं ना, ये भी लिख दो. ബാപ്പണ്ണ ഇതുപോലെ ഇന്ന് എല്ലാം ടാറ്റു അടിക്കല്ലേ, പണ്ടൊക്കെ പച്ച കുത്തായിരുന്നു. അതേപോലെ ബാപ്പണ്ണ ഇത് നിങ്ങൾ എഴുതി വെക്ക്. ഇത്തനാ സിഫ് ബത്തായേ തോ ബി റഹംദിൽ കല്യാൺകാരി ബനെ, അറ്റ്ലീസ്റ്റ് ബാബയുടെ സന്ദേശം കൊടുക്ക്. ബാബ പറയുന്ന എന്നെ മാത്രം ഓർമ്മിക്കും. അത്ര തന്നെ ചെയ്യുകയാണെങ്കിൽ ബാപ്പണ് നിങ്ങൾ ദയാഹൃദയികളും മംഗളകാരികളുമായി മാറും. അപ്പനെ സെ പ്രൺ കർണ ചേ, അത്തരത്തിൽ സേവനം ചെയ്യുന്നുള്ളത് സ്വയം തന്നോട് തന്നെ ഒരു പ്രതിജ്ഞ എടുക്കണം. സർവീസ് ജറൂർ കർണി ഹി ഫിർ ആദത്ത് പട് ജായേഗി, ബാബ പറഞ്ഞ തീർച്ചയായിട്ടും നിങ്ങൾ സർവീസ് ചെയ്യണം. അപ്പം അത് പതുക്കെ ചെയ്തു വരുമ്പോൾ പിന്നെ അത് ശീലമായി തീരും. यहाँ भी तुम समझा सकते हो, ചിത്ര ദേ സക്തേ ഹോ, യഹേ പൈഗാം ദേനെ കി ചീസ്. ബാബ പറഞ്ഞ നിങ്ങൾ എവിടെയാണെങ്കിലും, ഇപ്പം മധുബനത്തിൽ പോലും എന്തുണ്ട് മ്യൂസിയമൊക്കെ ഉണ്ട്, എവിടെയായിരുന്നാലും ബാബ പറഞ്ഞ ബാബയുടെ സന്ദേശം കൊടുക്കാൻ തയ്യാറായിരിക്കണം. ബാബയുടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ എത്തിച്ചേർന്ന സ്ഥലമാണല്ലോ. ഘർ ഘർ മേ ജാക്ക പൈഗാം ദേന, അതും പറ്റില്ലെങ്കിൽ വീടാന്തരം പോയി സന്ദേശം കൊടുക്ക്. പൈസ कोई दे ना दे बोलो बाप तो है ही गरीब निवास. ബാബ പറഞ്ഞ ചിലവർ പൈസ തരാം അല്ലെങ്കിൽ പൈസ തരാതിരിക്കാം, അവർക്ക് ഇത്രേ സന്ദേശം കൊടുക്കണ്ടു. ചിലരൊക്കെ പറയില്ല ഇവിടെ പണം ഉണ്ടെങ്കിലേ പറ്റൂ, അല്ലേ? നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റണം, അല്ലാണ്ട് ബാബയുടെ ജ്ഞാനത്തിന് നമ്മൾ പൈസ കൊടുക്കുമോ? പുറമേലുള്ള ഒരു കോഴ്സ്, സ്പിരിച്വലായിട്ടുള്ള ഒരു കോഴ്സ് എടുക്കണമെങ്കിൽ 10,000 വരെ മേടിക്കുന്നവരുണ്ട്.
ഇവിടെ ബാബ അത്തരത്തിലല്ലല്ലോ, സ്വന്തം ഭാഗ്യം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഭഗവാൻ എന്ന് പറയുന്നത് ദരിദ്രരുടെ ബന്ധുവാണ്. ഹമാര ഫർസേ ഗർ ഗർ മേ പൈഗാം ദേന. ചിലരൊക്കെ നമ്മൾ പോകുമ്പോൾ അവർ വിചാരിക്കും എന്തോ ഡൊണേഷന് വേണ്ടി വന്നതാന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ അവരോട് പറയണം നമ്മൾ അതിനല്ല വന്നത്, സന്ദേശം നൽകാനാണ്. ബാബ്ദാദ ഇൻസെ വർഷ മിൽത്താ ഹെ അല്ലേ. ഇവർ നമ്മുടെ അച്ഛനാണ്. അപ്പം അച്ഛനിൽ നിന്ന് സ്വത്താണ് ലഭിക്കുക. അതും ബാബ പറഞ്ഞു തരാണ്, നിങ്ങൾ ആത്മാക്കൾ 84 ജന്മങ്ങൾ എടുക്കുന്നു, ഇപ്പോഴിത് അന്തിമ ജന്മമാണ്. ഹം ബ്രാഹ്മൺ ഹേ സോഫിർ ദേവത ബനേങ്കി. ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണരാണ്, പിന്നീട് ആരായി മാറും? ദേവതകൾ. ബ്രഹ്മ ബി ബ്രാഹ്മൺ ഹേ. പ്രജാപിത ബ്രഹ്മ അക്കേലാത്തോ നഹി ഹോഗാന. ബ്രഹ്മാവും കൂടി ബ്രാഹ്മണരാണ്, ബ്രാഹ്മണനാണ്. പ്രജാപിത ബ്രഹ്മ തനിച്ചെന്ത് ചെയ്യാനാ? തീർച്ചയായിട്ടും ബ്രാഹ്മണരുടെ വംശാവലിയാണല്ലോ. ബ്രഹ്മാവിൽ നിന്നും വിഷ്ണു ദേവത, ബ്രാഹ്മണനിൽ നിന്നും ചോട്ടി. അതായത് ബാബ പറഞ്ഞ ബ്രഹ്മാവിൽ നിന്നും വിഷ്ണുവായി മാറുകയാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് കുടുമി കാണിക്കുന്നത്. വഹി ദേവത ക്ഷത്രിയ വൈശ്യശൂദ്ര ബന്തെ. അവർ തന്നെയാണ് ദേവത ക്ഷത്രിയ വൈശ്യശൂദ്രനായി മാറുക. कोई ज़रूर निकलेंगे जो तुम्हारी बातों को समझेगा. നിങ്ങൾ എത്ര പേർക്ക് സന്ദേശം കൊടുക്കാൻ മാത്രം ലക്ഷ്യമായിരിക്കണം. ബാക്കി ബാബ പറയാണ്, അവരാരാണോ ദേവത കുലത്തിൽപ്പെട്ടവർ അവർ അതിൽ നിന്നും പുറത്തേക്ക് വരും അല്ലേ. ബാബയുടെ ജ്ഞാനം ഉൾക്കൊള്ളും, ധാരണ ചെയ്യും. പുരുഷാർത്ഥ ബി സർവീസ് കർ സക്തെ. ബാപ്പണ് സർവീസ് ചെയ്തുകൊണ്ട് തന്നെ പുരുഷാർത്ഥവും നടക്കും. सवेरे उठकर मनुष्य जब दुकान खोलते तो कहते सुबह का साई, तुम भी सवेरे सवेरे जाकर बाप का पैगाम सुनाओ. അതിരാവിലെ എഴുന്നേറ്റ് മനുഷ്യർ കട തുറക്കുമല്ലോ, എന്നിട്ട് ആദ്യം അവർ പൂജിക്കുന്ന ആരെയാണ്? ഭഗവാനെയാണ്. ആദ്യത്തെ കസ്റ്റമറാണ് അവർക്ക് ബോണി എന്ന് പറയും. അപ്പോൾ ബാപ്പണ് നിങ്ങൾ കുട്ടികളും കൂടി അതിരാവിലെ എഴുന്നേറ്റ് ബാപ്പയുടെ സന്ദേശം കൊടുക്കാൻ പോകും. അമ്പലങ്ങളിലൊക്കെ പോയാൽ രാവിലെ തന്നെയൊക്കെ ജനങ്ങൾ വന്നു പോവുമല്ലോ. ബോലോ തുമാര ദണ്ഡ ബോത്ത് അച്ഛാ ഹോഗ. ഇപ്പോൾ വാക്കിങ്ങിനാണ് കുറേ ആൾക്കാർ. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, അവർക്ക് ഈ ജ്ഞാനം കൊടുക്ക്. തും സായി കോ യാദ് കറോ തോ 21 ജന്മ കാ വർഷ മിലേഗ. ഈശ്വരനെ ഓർമ്മിക്കുകയാണെങ്കിൽ 21 ജന്മങ്ങൾക്കുള്ള സ്വത്ത് ലഭിക്കും. अमृत वेले का टाइम अच्छा होता. आजकल कारखानों में माताएं भी बैठ काम करती है. ये बैच भी बनाना बहुत सहज है. ബാബ പറഞ്ഞ അമൃത് വേളയുടെ സമയം വളരെ നല്ലതാണ്. ഇപ്പോൾ ബാബ പറഞ്ഞ ഇക്കാലത്ത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പുറത്ത് പോയി ജോലിയൊന്നും ചെയ്യാറില്ലല്ലോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ബാബയുടെ ഫാക്ടറികളിലൊക്കെ അമ്മമാർ തന്നെയാണല്ലോ കൂടുതലും ജോലിക്ക് പോകുന്നത്. ഇനി ബാബ പറഞ്ഞ ബാഡ്ജ് തയ്യാറാക്ക്. ബാബയുടെ ബാഡ്ജ് കുത്തിയിട്ടിപ്പോൾ തും ബച്ചോം കോ തോ രാത് ദിൻ സർവീസ് മേ ലഗ് ജാനാ ചായ്. അതുകൊണ്ട് ബാബ പറഞ്ഞു തരാണ്, രാവും പകലും ബാബയുടെ സേവനത്തിൽ നിങ്ങൾക്ക് മുഴുകിയിരിക്കാൻ പറ്റണം. നീന്ത് ഹറാം കർ ദേനി ചായ്. ബാബ പറയുന്നത് നിദ്ര എന്നുള്ളത് ഇല്ലാതാകണം. ബാബ് കാ പരിചയം മിൽനെ സെ മനുഷ്യ ധൻ കെ ബൻ ജാത്ത. ബാബ പറഞ്ഞ ബാബയുടെ പരിചയം കിട്ടുന്നതോടെയാണ് അനാഥരായി മാറിയിരിക്കുന്ന നിർധനാവസ്ഥയിൽ നിൽക്കുന്ന ആ മനുഷ്യൻ ധനികനായി മാറുക. പറഞ്ഞ നാഥനുള്ളവനായി മാറുക. തും കിസ്കോ ബി പൈഗാം ദേ സക്തേ ഹോ, തുമാര ജ്ഞാൻ തോ ബഹുത് ഊഞ്ചാ ഹെ. അപ്പോൾ ബാബ പറഞ്ഞു തരാൻ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഈ സന്ദേശം കൊടുക്കാൻ പറ്റും. കാരണം അത്രയും ശ്രേഷ്ഠമായ ജ്ഞാനമാണിത്. बोलो हम तो एक को याद करते हैं, ക്രൈസ്റ്റ് കി ആത്മാ ബി ഉൻകാ ബച്ചാ ഹി ഹെ. അപ്പോൾ ബാബ പറയുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, നമ്മൾ ഓർമ്മിക്കുന്നത് ഒരേ ഒരു ഭഗവാനെയാണ്. അതിപ്പോൾ ക്രിസ്ത്യൻ മതത്തിലാണെങ്കിൽ പോലും ക്രിസ്തു പോലും ഓർമ്മിച്ചതാരെയാണ്? ഗോഡ് ഫാദറിനെയാണല്ലോ. ആത്മായെ തോ സബ് ഉൻകെ ബച്ചേ. അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഏത് മതസ്ഥരാകട്ടെ എല്ലാവരും ആ ഒരു അച്ഛൻ്റെ മക്കളാണ്. അവർ തന്നെയാണ് ഗോഡ് ഫാദർ. कि और कोई भी देहदारियों को मत याद कर. ഒരച്ഛനെ മാത്രം ഓർമ്മിക്കുക, മറ്റൊരു ദേഹധാരികളെയും ഓർമ്മിക്കരുത് എന്ന സന്ദേശം കൊടുക്കണം. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനായ പരമാത്മാവിനെ മാത്രം ഓർമ്മിക്കാനുള്ള അഭ്യാസം ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ വികർമ്മം ഭസ്മമാകൂ. മേരാ പാസ് ആ ജായേഗ. ബാപ്പണ അങ്ങനെ ഓർമ്മിച്ചാൽ മാത്രമേ നിങ്ങൾ പാവനമായി എൻ്റെ അരികിൽ എത്തിച്ചേരുകയുള്ളൂ. മനുഷ്യ പുരുഷാർത്ഥ് കർത്തേ ഹി ഹെ ഗർ ജാനേ കെ ലിയേ. ഇന്ന് ലോകത്തിൽ എല്ലാവരും തപസ് ചെയ്യുന്നുണ്ട്, പലരും പല വിധത്തിലുള്ള സാധന ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? മുക്തി പ്രാപിക്കാൻ, വീട്ടിലേക്ക് മടങ്ങാൻ. പരന്തു ജാത്ത കോയി ബി നഹി. അങ്ങനെ വെറുതെ ആർക്കും തിരിച്ചു പോകാൻ പറ്റില്ല. കാരണം വന്ന വഴി ആർക്കും അറിയ പോലും ഇല്ല.
देखा जाता बच्चे अभी बहुत ठंडे है, इतनी मेहनत पहुंचती नहीं. പക്ഷെ ഇത്രയൊക്കെ ബാബ യുക്തികൾ പറഞ്ഞു തരുമ്പോഴും കുട്ടികൾ അത്ര ഒന്നും സേവനം ചെയ്യുന്നില്ല, തണുപ്പന്മാരായിട്ടിരിക്കുക. ബാബ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാവരിലേക്കും ബാബയുടെ സന്ദേശം എത്തിക്കുന്നില്ല. ബഹാന കർത്തേറെ, ഒത്തിരി ഒഴിവുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇസ്മേ ബഹുത് സെഹൻ ബി കർണ പടുത്ത, അത്ര എളുപ്പമല്ലല്ലോ ബാബയുടെ ജ്ഞാനം സർവീസ് ചെയ്യാന്നുള്ളത്. പല വിധത്തിലുള്ള പേപ്പറുകൾ ഉണ്ടാവും, പലരും പല വിധത്തിലും പറയും. അപ്പോൾ ബാബ പറയണ അതൊക്കെ നിങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും അല്ലേ. സിസ്റ്റേഴ്സിന് പോലും വിലയുണ്ടാവുകയില്ല. കാരണം സിസ്റ്റേഴ്സ് എത്ര വർഷത്തു നിന്നും എല്ലാം വീടും എല്ലാം ത്യാഗം ചെയ്ത് മറ്റൊരു നാട്ടിൽ പോയി സേവനം ചെയ്യുമ്പോൾ ആ സിസ്റ്റേഴ്സിനൊന്നും ഒരു വില ഉണ്ടാവാറില്ല. കാരണം ബാബ പറഞ്ഞു തരുന്ന ജ്ഞാനം എത്ര ഉള്ളിൽ കടന്നു എന്നല്ലേ നോക്കേണ്ടത്. ജ്ഞാനത്തിൻ്റെ ബാബയുടെ ജ്ഞാനം അത്രയും പവിത്രമാണ്, അത്രയും ശ്രേഷ്ഠമാണ്. അപ്പോൾ എത്ര പവിത്രമായിരിക്കുന്ന ജ്ഞാനം പവിത്രതയോടുകൂടി തന്നെ നമ്മുടെ ഉള്ളിൽ ധാരണയാകുന്നു, എന്നാൽ മാത്രമേ ബാബ നിമിത്തമാക്കിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരോടും നമുക്ക് അതേപോലെയുള്ള ദൃഷ്ടി ഉണ്ടാവുകയുള്ളൂ. കാരണം സിസ്റ്റേഴ്സിൻ്റെ ത്യാഗം ഒരിക്കലും ആർക്കും ചെയ്യാൻ പറ്റുകയില്ല. അത് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ശരി, അത്ര എളുപ്പമുള്ള സംഭവമല്ല. അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് വളരെയധികം സഹിക്കേണ്ടതായിട്ട് വരും. ധർമ്മസ്ഥാപകോ കിത്തന സഹൻ കർണ പെടുത്താൻ നോക്കൂ. ധർമ്മസ്ഥാപകന്മാർ അവർ സത്യജ്ഞാനം പറഞ്ഞാൽ അവർക്കുള്ള ജ്ഞാനം അവർ കൊടുക്കുമ്പോഴും അവർ ഏതെല്ലാം വിധത്തിലാണ് അല്ലേ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് കണ്ടിട്ട്, അതേപോലെ എല്ലാ ധർമ്മത്തിലും ഇപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരു എത്രയൊക്കെ അവഹേളനകൾ കേൾക്കേണ്ടതായിട്ട് വന്നു അല്ലേ, എത്ര തിരസ്കാരങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ബാപ്പനെ ക്രിസ്തു കേലിയെ ബി കേത്തെ ഹേ ഉൻകോ ക്രോസ് പർ ചടായ. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം, എന്താണ് കുരിശിലേറ്റിയത്. തുമാരാ കാം ഹേ സബ്കോ സന്ദേശ് ദേന. നമ്മുടെ കാര്യം തന്നെ എന്താണ്, സർവർക്കും സന്ദേശം നൽകേണ്ടത്. ഉസ്കേലിയെ യുക്തിയാ ബാബ ബത്താത്തെ റഹത്തെ. അപ്പം അതിനുവേണ്ടി യുക്തികളാണ് ബാബ പറഞ്ഞു തരുന്നത്. कोई സർവീസ് नहीं करते तो ബാബ സമസ്തേ ധാരണ नहीं. സർവീസേ ചെയ്യുന്നില്ല എങ്കിൽ ബാബ മനസ്സിലാക്കും അവരിൽ ധാരണയില്ല. ബാബ റായ് ദേത്തെ കൈസേ പൈഗാം ദോ. ബാബ എത്രയെല്ലാം പ്രകാരത്തിൽ നമുക്ക് ഡയറക്ഷൻ നൽകുന്നുണ്ട്, എങ്ങനെയാണ് ബാബയുടെ സന്ദേശം നൽകേണ്ടത്. ട്രെയിൻ മേ ബി തും ഈ പൈഗാം ദേത്തെ റഹോ. ബാബ പറഞ്ഞു തരാണ്, ട്രെയിനിൽ പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ബാബയുടെ സന്ദേശം കൊടുക്ക്. തും ജാനത്തെ ഹം സ്വർഗമേ ജാത്തെ. നമുക്കറിയാലോ നമ്മൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. കോയി ശാന്തി ധാം മേ ബി ജായേഗാന. ബാബ പണി ചിലവർ മുക്തിയിൽ തന്നെയായിരിക്കും, ചിലർക്ക് മുക്തി ജീവൻ മുക്തിയും കിട്ടും. രാസ്ത തോ തും ഹി ബത്താ സക്തെ. ജീവൻ മുക്തിയിലേക്കുള്ള മാർഗമാണെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണെങ്കിലും ബാപ്പൺ അത് നിങ്ങൾ കുട്ടികൾ തന്നെ പറഞ്ഞു കൊടുക്കണം. തും ബ്രാഹ്മണോ കോ ഹി ജാനാ ചാഹിയെ. ബാബ പറഞ്ഞു നിങ്ങൾ ബ്രാഹ്മണരല്ലേ ഇതൊക്കെ അറിയുന്നുള്ളൂ. ഹേ തോ ബഹുത്ത് ബ്രാഹ്മണോ കോ കഹാ തോ രखेंगे ना. ब्राह्मण देवता क्षत्रिय प्रजापिता ब्रह्मा की औलाद तो जरूर होंगे ना. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന എത്ര ബ്രാഹ്മണരുണ്ട്. ബ്രാഹ്മണരല്ലേ നമ്മൾ എവിടെ വേണമെങ്കിലും വെക്കുന്നത്. ബ്രാഹ്മണൻ തന്നെയാണ് ദേവത, പിന്നീട് ക്ഷത്രിയ. അപ്പോൾ ബാപ്പണ പ്രജാപിത ബ്രഹ്മാവിൻ്റെ മക്കളാണ് ബ്രാഹ്മണർ. ആദിമേ ഹൈഹി ബ്രാഹ്മൺ. ആദി രചനകളാര് അത് ബ്രാഹ്മണർ തന്നെയാണ്. അപ്പോൾ ബാപ്പണ നിങ്ങൾ ബ്രാഹ്മണരാണ് സർവോച്ചർ. മറ്റുള്ള ബ്രാഹ്മണർ എന്ന് പറയുമ്പോഴും അവർ വികാരത്തിൽ കൂടി ജന്മെടുത്തവരാണ്. നമ്മളോ ബ്രഹ്മാവിൻ്റെ മുഖവംശാവലികളാണ്. ब्राह्मण तो ज़रूर चाहिए ना, नहीं तो प्रजापिता ब्रह्मा के बच्चे ब्राह्मण कहाँ गए. ബ്രഹ്മാവുണ്ടെങ്കിൽ ബ്രാഹ്മണനും ഉണ്ടാകണം, അല്ലെങ്കിൽ പ്രജാപിത ബ്രഹ്മാവിൻ്റെ മക്കൾ എവിടെയായിരിക്കും. ബ്രാഹ്മണോക്കോ തുമ്പൈറ്റ് സംജാവോ. ലൗകിക ബ്രാഹ്മണർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്ക്, അവർക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റും. ബോലോ തുമ്പി ബ്രാഹ്മൺ ഹോ ഹംബി അപ്പനേക്കോ ബ്രാഹ്മൺ കെഹലാത്തവർക്ക് പരിചയപ്പെടുത്ത്. നിങ്ങളും ബ്രാഹ്മണരാണ്, നമ്മളും ബ്രാഹ്മണരെന്നാണ് അറിയപ്പെടുന്നത്. अब बताओ तुम्हारा धर्म स्थापन करने वाला कौन. അവരോട് ചോദിക്ക് ബ്രാഹ്മണ കുലത്തിൻ്റെ സ്ഥാപകൻ ആരാ. ബ്രഹ്മാ കെ സിവായ് തോ കോയി നാം ഹി നഹി ലേഗ. അപ്പോഴും അവർ പേര് പറയും ബ്രഹ്മാവിൻ്റെ തന്നെ. തും ട്രയൽ കർ ദേക്കോ. അല്ല എങ്കിൽ ബാപ്പണ നിങ്ങളൊന്ന് ട്രയൽ ചെയ്ത് നോക്ക്, ആരോടെങ്കിലും ചോദിച്ചോക്ക്. ബ്രാഹ്മണോ കോ ബി ബഹുത് ബഡേ ബഡേ കുൽ ഹോത്തെ. ബാബ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണർക്കിടയിലും അതിലും ഉത്തമ ബ്രാഹ്മണരൊക്കെ ഉണ്ടായിരിക്കും. पुजारी ब्राह्मण तो ढेर है, अजमेर में ढेर बच्चे जाते, कभी कोई ने समाचार नहीं दिया कि हम ബ്രാഹ്മണോ से मिले. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന പൂജാരി ബ്രാഹ്മണർ ധാരാളം ഉണ്ട്, പക്ഷെ അവരിൽ തന്നെ ഉത്തമർ ആ രീതിയിലുണ്ട്.
ഇപ്പോൾ ബാപ്പണ്ണ അജ്മീറിൽ പോകുന്നുണ്ട് ധാരാളം കുട്ടികൾ. പക്ഷെ ബാപ്പണ്ണ ആരും ഇതുവരെ എനിക്ക് ഈ ഒരു റിപ്പോർട്ട് തന്നിട്ടില്ല. നമ്മൾ അവിടെയുള്ള ബ്രാഹ്മണരെ കണ്ടിരുന്നു, അവരോട് നമ്മൾ ചോദിച്ചിരുന്നു, നിങ്ങളുടെ ധർമ്മസ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചിരുന്നു, ബ്രാഹ്മണ ധർമ്മം ആര് സ്ഥാപിച്ചു എന്നുള്ളത് ചോദിച്ചിരുന്നു. ബാപ്പണ്ണ ഇതൊന്നും കുട്ടികൾ ചെയ്തിട്ടില്ല. തുമക്കോ തോ മാലൂം ഹേ സച്ചേ ബ്രാഹ്മൺ കോൺ, കാരണം നിങ്ങൾക്കറിയാലോ സത്യബ്രാഹ്മണൻ ആരാണ് അല്ലേ, ബ്രഹ്മാവിൽ കൂടി ബ്രഹ്മജ്ഞാനം നേടിയവൻ അല്ലേ. तुम बहुतों का कल्याण कर सकते हो, യാത്രാവും ഇപ്പോൾ ഭക്തി ഹി ജാത്ത. അപ്പോൾ ബാബപ്പണ അനേകരുടെ മംഗളം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ബാപ്പണ്ണ യാത്രകൾ പോകുന്നത്, തീർത്ഥയാത്ര നടത്തുന്നത് ഭക്തരാണല്ലോ. ഈ ചിത്രത്തോ ബോ തച്ചേ ലക്ഷ്മി നാരായൺ. അപ്പോൾ ബാപ്പണ്ണ എവിടെയാണെങ്കിലും പോകുമ്പോൾ ലക്ഷ്മി നാരായണൻ്റെ ചിത്രം കൊണ്ടുപോകും. തുമക്കോ മാലൂം ഹേ ജഗദംബ കോൺ ലക്ഷ്മി കോൺ, കാരണം നിങ്ങൾക്കറിയാം ജഗദംബ ആരാണെന്നും ലക്ഷ്മി ആരാണെന്നും. ऐसे ऐसे तुम नौकरों ബീലനിയോ ആദി കോ ബി സംജാ സക്തേ ഹോ. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ബാബ പറയണ, എവിടെ ചെന്ന് വേണമെങ്കിലും ബാബയുടെ ജ്ഞാനം കൊടുക്കാം. അതിപ്പോൾ എന്താണ്, തൊഴിൽ ചെയ്യുന്നവരാകട്ടെ, നൗക്കർ ആകട്ടെ, അല്ലെങ്കിൽ ബാബ പറയണ ആദിവാസികളാകട്ടെ, ബാബന് ആർക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ ജ്ഞാനം കൊടുക്കുക. ഇപ്പോൾ നമുക്കറിയാലോ നമ്മുടെ ഹോണറേബിൾ പ്രസിഡൻറ്റ് അല്ലേ, ദ്രൗപദി മുർമു, അവർ എവിടെ നിന്നാണ് എത്തിയത്, ഏത് വിഭാഗത്തു നിന്ന്, അവർ ആദിവാസിയിൽ നിന്നായിരുന്നത്. നമുക്ക് ബാബ എത്ര നല്ലൊരു മുത്താക്കി മാറ്റിയതിനെ മാറ്റിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ എത്രമാത്രം പുരുഷാർത്ഥം ചെയ്യണം. അപ്പോൾ ബാബ ആരിലാണ് അത്രയും ക്വാളിറ്റി കണ്ടിരിക്കുന്നത് നമുക്ക് പോലും പറയാൻ പറ്റില്ല. നമ്മുടെ കണ്ണിൽ ചിലപ്പോൾ ഇവരായിരിക്കും അവരായിരിക്കും, പക്ഷെ ബാബയുടെ കണ്ണിൽ ആരാണെന്ന് നമുക്കറിയോ ഇല്ല. അപ്പം അതുകൊണ്ട് ബാബ പറയുന്ന ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ജ്ഞാനം കൊടുക്കുക. അത് ആദിവാസികളാകാം, അല്ലെങ്കിൽ നൗക്കർ ചാക്കറാകാം, ഏത് ആൾക്കാർക്കാണെങ്കിലും ജ്ഞാനം കൊടുക്കാം. തുമാരെ ബിഗർ തോ കൊയ് ഹൈ നഹി ജോനോ കോ സുനായി. ബാബ പറഞ്ഞ ആ താഴെ കിടക്കുന്ന ആ ഒരു വിഭാഗക്കാർക്ക് ഇത്തരത്തിലുള്ള ജ്ഞാനം കൊടുക്കാനോ കേൾപ്പിക്കാനോ ആരുമില്ല. ബൗത്ത് റഹംദിൽ ബന്ന. ബാബ പറഞ്ഞ ഈ സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടൊരു വിഭാഗമാണല്ലോ അങ്ങനെയുള്ളവർ. അപ്പോൾ ബാബ പറയാണ് അവരോട് നമുക്ക് ദയാഹൃദയം ഉണ്ടാകണം. ബോലോ തുമ്പി പാവൻ ബൻ പാവൻ ദുനിയാമേ ജാ സക്ത. അവരോട് പറയും നിങ്ങളും പാവനരായ പാവന ലോകത്തിലേക്ക് പോകാം. പക്ഷെ ചെയ്യേണ്ടതെന്താ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ശുബാബയെ ഓർമ്മിക്കൂ. ഷോങ് ബോ തോനാച്ചായി. ബാബയെ ഓർമ്മിക്കാനുള്ള അതിയായ ലഹരി ഉണ്ടാകണം. കിസിക്കോ ബി രാസ്ത ബത്താനിക്ക. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കാനുള്ള അതേ ലഹരി ഉണ്ടാകണം. जो खुद याद करते होंगे वही दूसरों को याद कराने का पुरुषार्थ करेगा. സ്വയം ബാബയുടെ ഓർമ്മയിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്കും ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുകയെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ, പുരുഷാർത്ഥം ചെയ്യിപ്പിക്കാൻ പറ്റൂ. ബാബ്കോ നഹി ജാക്കർ ബാത്ത് കരേങ്കെ. അല്ലാണ്ട് ബാബയല്ലല്ലോ പോയിട്ട് അവരോട് സംസാരിക്കാം. ഏതോ തും ബച്ചോം കാ കാം ഹേ. മറ്റുള്ളവർക്ക് പോയി അവർക്ക് ബാബയുടെ സന്ദേശം കൊടുക്കുക, അത് നമ്മൾ കുട്ടികളുടെ ഉത്തരവാദിത്തമാണ്. ബാബ പറയാണ് നിർധനരുടെയും കൂടി മംഗളം ചെയ്യണ്ടേ. ബിച്ചാരെ ബോധ് സുഖി ഹോ ജായെങ്കിൽ. അവരും ബാബ പറഞ്ഞ സുഖികളായി മാറട്ടെ. തൊട യാദ് കർണേസെ പ്രജാ മേ ബി ആ ജായെങ്കിൽ. കുറച്ചൊക്കെ ഓർമ്മിച്ചാൽ എന്താകും, അവർ അറ്റ്ലീസ്റ്റ് പ്രജയിലെങ്കിലും വരും. അതും കൂടി നല്ലതല്ലേ. ഏ ധർമ്മത്തോ ബോധ് സുഖ് ദേനെ വാല. ബാബയുടെ സനാതന ധർമ്മം എന്നുള്ളത് വളരെയധികം സുഖം നൽകുന്നവയാണ്. ദിൻ പ്രതിദിൻ തുമാര ആവാസ് ജോർ സെ നിക്കലേക. ബാബ പറയണ ഇപ്പോൾ ബാബ അന്ന് പറഞ്ഞ കാര്യം അല്ലേ, ഇപ്പം എത്രമാത്രം വളരെയധികം പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. സബ്കോ യഹി പൈഗാം ദേത്തേ റഹോ. അതുകൊണ്ട് ബാപ്പണ് എല്ലാവർക്കും ഈ സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുക. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുക. തും മീറ്റേ മീറ്റേ ബച്ചേ പദമാപദം ഭാഗ്യശാലി ഹോ. അപ്പം ഇതൊക്കെ നമ്മളെ ബാബ ഏൽപ്പിക്കുമ്പോൾ, ബാബ നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ബാബപ്പണ് നിങ്ങളാണ് കോടി മടങ്ങ് ഭാഗ്യശാലികൾ. जबकि महिमा सुनते हो तो समझते हो, फिर भी कोई बात की फिक्रात आदि क्यों रखनी चाहिए. ബാബ പറഞ്ഞു തരാണ്, നിങ്ങൾ ഈ മഹിമകളൊക്കെ കേൾക്കുന്നു മനസ്സിലാക്കുന്നു എങ്കിൽ ബാബപ്പണ് എന്തിന് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, എന്തിനാണ് ഈ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം. ഏതോ ഗുപ്തജ്ഞാൻ ഗുപ്ത ഖുഷി. ഇത് ഗുപ്തജ്ഞാനമാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഗുപ്ത ഖുഷി സന്തോഷം ഉണ്ടാകണം. ബാബപ്പണ് നിങ്ങൾ ഗുപ്ത യോദ്ധാക്കളാണ്, ഇൻകോഗ്നേറ്റോ വാരിയേഴ്സാണ്. തുമക്കോ അൺനോൺ വാരിയേഴ്സ് കहेंगे और कोई अननोन वारियर्स हो नहीं सकता. ബാബപ്പണ് നിങ്ങൾ ഗുപ്ത യോദ്ധാക്കളാണ്.
മറ്റാരെയും അത്തരത്തിൽ പറയാൻ പറ്റുകയില്ല. തുമാര ദിൽവാഡ മന്ദിർ പൂര യാദ്ഗാർ ഹെ. ബാപ്പണ് നിങ്ങളുടെ ദിൽവാഡ ക്ഷേത്രം പൂർണ്ണമായിട്ട് നിങ്ങളുടെ തന്നെ ഓർമ്മ സ്മാരകമാണ്. ദിൽ ലേനെ വാലേക്ക പരിവാർ ഹെ. അവിടെ കാണിച്ചിരിക്കുന്ന ഹൃദയം കവർന്നിരിക്കുന്ന ഭഗവാന്റെ കുടുംബത്തെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. മഹാവീരന്മാരുണ്ട്, മഹാവീരണികളും ഉണ്ട്. അതായത് ബ്രഹ്മബാബയും പിന്നീട് ജഗദംബയും, പിന്നെ അവരുടെ തന്നെ തപസ് ചെയ്യുന്ന സന്താനങ്ങളും. പൂര തീർത്ത്, അതാണ് യഥാർത്ഥമായിരിക്കുന്ന തീർത്ഥസ്ഥാനം. കാശി സേബ് ഊഞ്ചി ജഗ ഹുയി. ബാപ്പണ് കാശി വിശ്വനാഥനേക്കാളും ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് ബാപ്പണ് ദിൽവാഡ ക്ഷേത്രം. കാരണം തൊട്ടടുത്ത് ചൈതന്യത്തിൽ ബാബ, പിന്നീട് ബ്രാഹ്മണരും, ഇപ്പുറത്ത് ബാബ പറയണ അവരുടെ തന്നെ ജഡ സ്മാരകവും. അതുകൊണ്ട് ബാപ്പണ് ശ്രേഷ്ഠമായിരിക്കുന്ന ക്ഷേത്രമാണത്. അച്ഛാ, അപ്പം ഇതൊക്കെ എന്താണ്? സംഗമയുഗത്തിൻ്റെ പ്രതീകമാണല്ലോ. അതുകൊണ്ട് ബാബ ഇന്ന് വിശേഷിച്ച് നമ്മളോട് പറഞ്ഞത് എന്താണ്? പുരുഷോത്തമ സംഗമയുഗം എന്നുള്ളത് എപ്പോഴും ബുദ്ധിയിലുണ്ടാകണം. പുരുഷോത്തമ സംഗമയുഗത്തിൽ നമ്മൾ ബ്രാഹ്മണരുടെ കർത്തവ്യത്തെയും ബാബ നമ്മളെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. अच्छा, मीठे मीठे सिकिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग, नमस्ते नमस्ते नमस्ते. പിന്നെ ധാരണയ്ക്കുള്ള പ്രധാന പോയിൻ്റാണ് ഘർ ഘർ മേ ജാക്കർ ബാപ്പ് കാ പൈഗാം ദേന. ബാപ്പണ് വീട് വീടാന്തരം പോയി ബാബയുടെ സന്ദേശം കൊടുക്കണം. വീട് വീടാന്തരം പോയി ബാബയുടെ സന്ദേശം കൊടുക്കണം. സർവീസ് ചെയ്യുവാനുള്ള പ്രതിജ്ഞ എടുക്കണം. സർവീസ് ചെയ്യുവാനുള്ള പ്രതിജ്ഞ എടുക്കണം. സർവീസിൻ്റെ കാര്യത്തിൽ ഒരു ഒഴിവുകളും പറയരുത്. സർവീസിൻ്റെ കാര്യത്തിൽ ഒരു ഒഴിവുകളും പറയരുത്. രണ്ട്, किसी भी बात की फिक्रात नहीं करनी है, गुप्त खुशी में रहना. ഏതൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കരുത്, പകരം ഗുപ്ത സന്തോഷത്തിൽ കഴിയണം. ഉള്ളിൻ്റെ ഉള്ളിൽ അതിയായ സന്തോഷം ഉണ്ടായിരിക്കണം. യാതൊരു ദേഹധാരിയെയും ഓർമ്മിക്കരുത്, ഒരേ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കണം. യാതൊരു ദേഹധാരിയെയും ഓർമ്മിക്കരുത്, ഒരേ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കണം. वरदान. कल्याणकारी बाप और समय का हर सेकेंड लाभ उठाने वाले निश्चय बुद्धि निश्चिंत भव. കല്യാണക്കാരിയായ ബാബയുടെയും സമയത്തിൻ്റെയും ഓരോ സെക്കൻഡും ലാഭമെടുക്കുന്ന, ഓരോ സെക്കൻഡിലും ലാഭമെടുക്കുന്ന നിശ്ചയബുദ്ധി നിശ്ചിന്തനായി ഭവിക്കും. നിശ്ചയബുദ്ധി നിശ്ചിന്തനായി ഭവിക്കൂ. विशदीकरण. जो भी दृश्य चल रहा है उसे त्रिकालदर्शी बनकर देखो. ബാബപ്പണ് എന്തെല്ലാം ദൃശ്യങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ത്രികാലദർശിയായിരുന്ന് കാണുക. ഹിമ്മത്ത് और उल्लास में रह स्वयं भी സമർത്ഥാത്മാ ബനോ. ധൈര്യത്തിലും ഉത്സാഹത്തിലും ഇരുന്ന് സ്വയം സമർത്ഥാത്മാവുക. എന്ത് തന്നെ ചുറ്റുപാട് നടന്നാലും ബാബപ്പണ് ധൈര്യത്തോടെയും ഉത്സാഹത്തിലും ഇരുന്ന് സ്വയം സമർത്ഥാത്മാവുക. വിശ്വത്തിലുള്ളവരെയും സമർത്ഥരാക്കി മാറ്റുക. വിശ്വത്തിലുള്ളവരെയും സമർത്ഥരാക്കി മാറ്റുക. സ്വയം കെ തൂഫാനോ മേ ഹിലോ മത് അചഞ്ചൽ ബനോ. തൻ്റെ ഉള്ളിലെ കൊടുങ്കാറ്റുകളിൽ ഇളകിപ്പോകാതെ അചഞ്ചലരായിരിക്കണം. നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന കൊടുങ്കാറ്റുകളുണ്ടല്ലോ, മനസ്സിൻ്റെ സങ്കല്പങ്ങൾ,
അതിൽ സ്വയം ഇളകിപ്പോകാതെ ബാബ പറഞ്ഞ അചഞ്ചലമായിരിക്കണം. जो समय मिला साथ मिला अनेक प्रकार के खजाने मिल रहे हैं उनसे സമ്പത്തിവാൻ और സമർത്ഥിവാൻ ബനോ. ഏതെല്ലാമാണോ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം, ബാബയുടെ കൂട്ട്, അനേക പ്രകാരത്തിലുള്ള സമ്പത്തുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ആധാരത്തിൽ സമ്പത്വാനായി സമർത്ഥതയുള്ളവനായി തീരൂ. അല്ലേ? ബാബ നൽകുന്നതിൽ നിന്ന് സ്വയം സമ്പത്തുള്ളവനാകണം. പറഞ്ഞു ഉള്ളിൽ അത്രയും ഖജനാവ് നിറച്ചുകൊണ്ട് സ്വയമിൻ്റെ സ്ഥിതി സമർത്ഥതയുള്ളതാക്കി മാറ്റണം. സാരേ കൽപ്പമേ ഐസേ ദിൻ കി ഫിർ ആനെ വാലെ നഹി. കാരണം മുഴുവൻ കൽപ്പത്തിൽ ഇങ്ങനൊരു ദിവസം പിന്നീട് ഒരിക്കലും ലഭിക്കുകയില്ല. इसलिए अपने सब चिंताएं बाप को देकर, അതുകൊണ്ട് തൻ്റെ ഉള്ളിലെ എല്ലാ ചിന്തകളെയും ബാബയ്ക്ക് നൽകി നിശ്ചയബുദ്ധിയുള്ളവനായി സദാ നിശ്ചിന്തനായിരിക്കുക. നിശ്ചയബുദ്ധിയുള്ളവനായി സദാ നിശ്ചിന്തനായിരിക്കുക. കല്യാണക്കാരിയായ ബാബയുടെയും സമയത്തെയും ഓരോ സെക്കൻഡിൻ്റെ ലാഭമെടുക്കുക. കാരണം ഈ ഒരു സമയത്ത് മാത്രമാണല്ലോ നമുക്കൊപ്പം ബാബയുള്ളതും. ഈ അമൂല്യമായിരിക്കുന്ന സമയം ഇപ്പോൾ മാത്രമേ ഉള്ളൂ സംഗമയുഗം, പിന്നീട് കിട്ടുകയില്ല. അതുകൊണ്ട് ബാപ്പണ് അതിൻ്റെ പൂർണ്ണ ലാഭം എടുക്കുക. അതിനെന്ത് ചെയ്യണം? തന്നിലെ എല്ലാ ചിന്തകളെ ആരെ ഏൽപ്പിക്കുക? ബാബയെ ഏൽപ്പിക്കുക. स्लोगन, बाप के संग का रंग लगावो तो बुराइयां स्वतः समाप्त हो जाएगी. ബാബയുടെ സംഘത്തിൻ്റെ നിറം ചാർത്തുക. അപ്പോൾ എല്ലാ ദൂഷ്യവും സ്വാഭാവികമായിട്ടും ഇല്ലാതാകും. എല്ലാ കുറവുകളും സ്വാഭാവികമായും ഇല്ലാതാകും. അവ്യക്ത ഇഷാര. വിദേഹി ബന്നേക്ക് വിധി ഹെ ബിന്ദി ബന്ന. പാപ്പണ് വിദേഹിയാകാനുള്ള വിധിയാണ് ബിന്ദുവായി മാറുക. അശരീരി ബനത്തെ ഹോ കർമാതീത് ബനത്തെ ഹോ സബ്കി വിധി ബിന്ദി ഹെ. അശരീരി ആകണമെങ്കിലും കർമാതീത് ആകണമെങ്കിലും എല്ലാത്തിനുള്ള വിധിയാണ് ബിന്ദുവായി മാറുക. इसलिए बाप दादा कहते अमृत वेले बाप दादा से मिलन मनाते, रोह रिहान करते. जब कार्य में आते हो तो पहले 3 बिंदियों का तिलक मस्तक पर लगाओ. അതുകൊണ്ട് ബാബ് ദാദ പറയുകയാണ്, അമൃത് വേള ബാബയുമായിട്ടുള്ള മിലനം നടത്തുമ്പോൾ, വാർത്താലാപം ചെയ്യുമ്പോൾ, ആത്മീയ വാർത്താലാപം ചെയ്യുമ്പോഴും കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ആദ്യം 3 ബിന്ദുക്കളുടെ തിലകം മസ്തകത്തിൽ ചാർത്തുക. ശേഷം പരിശോധിച്ച് നോക്കുക. ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും കാരണം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ സ്മൃതിയുടെ തിലകങ്ങളൊക്കെ മാഞ്ഞു പോകാറുണ്ടോ അഥവാ മാഞ്ഞു പോകാറില്ലല്ലോ. ശ്രദ്ധിക്കണം. ആത്മാബിന്ദി, ബാബാബിന്ദി, ഡ്രാമാബിന്ദി, അല്ലേ? ബാപ്പണ് ഈ 3 ബിന്ദുക്കളുടെ സ്മൃതി എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഇടയ്ക്കത് മാഞ്ഞു പോകുന്നില്ലല്ലോ എന്നുള്ള ശ്രദ്ധയും നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം ബാപ്പണ് ഈ ബിന്ദു അവിനാശിയും മാഞ്ഞു പോകാത്തതുമാണ്. ഈ ഒരു തിലകമേതോ ഇത് അവിനാശിയാണ്, ഇത് മാഞ്ഞു പോകാത്തതാണ്. ഓം ശാന്തി. അതുകൊണ്ട് ഇന്ന് ബാബ നൽകിയ ആ ഒരു പോയിന്റ് ബുദ്ധിയിൽ വയ്ക്കുക. അതായത് പുരുഷോത്തമ സംഗമയുഗത്തിലാണ് നമ്മൾ എന്നുള്ളത് ഒരിക്കലും മറക്കാൻ പാടുകയില്ല. അതുപോലെ തന്നെ ബാബ സർവീസിനെ കുറിച്ചും പറഞ്ഞു, അല്ലേ? ബാബ പറഞ്ഞ രാവും പകലും എപ്പോഴും ബുദ്ധിയിലുണ്ടാകണം. എത്രമാത്രം ജ്ഞാനദാനം ചെയ്യുന്നു അതെപ്പോഴും അക്ഷയമായി തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ബാബയുടെ സ്മൃതി, എല്ലാവർക്കും ബാബയുടെ സന്ദേശം കൊടുക്കുക. അതേത് ധർമ്മമായിക്കോട്ടെ. കാരണം ബാബ നമ്മളെ ഏൽപ്പിച്ചിരിക്കാൻ. അല്ലാണ്ട് ബാബ ഓരോ വീട്ടിൽ പോയി പറയാൻ പറ്റില്ലല്ലോ. ഓരോ വീട് തോറും പോയി ബാബയുടെ സന്ദേശം കൊടുക്കുക.
अच्छा, ओम शांति। प्रभु प्यार की किरणों से जीवन हुआ उजाला, पलकों में बिठा के हमें बड़े प्यार से है पाला। प्रभु प्यार की किरणों से जीवन हुआ उजाला, पलकों में बिठा के हमें बड़े प्यार से है पाला। अब न कोई मन का गम है, ना कोई तन की चिंता। हो अब न कोई मन का गम है, ना कोई तन की चिंता। बेफिक्र हम हो गए हैं, साथ है जग परम पिता। महिमा के सागर है वो, सबका वो रखवाला। प्रभु प्यार की किरणों से जी